ഓം ശാന്തി. ആത്മീക ശക്തിയുടെ അഭ്യാസത്തിലൂടെ ശാന്തിയാലും ശുഭഭാവനയാലും സമ്പന്നമാണ്. സദാ പരിധിയില്ലാത്ത ആത്മീക ദൃഷ്ടി, എല്ലാവരെ പ്രതിയും ഭായി സംബന്ധം. ഈ ഒരു ദൃഷ്ടിയോടുകൂടി ഏതൊരു ആത്മാവിനെ പ്രതി ശുഭഭാവന വയ്ക്കുന്നതിലൂടെ അതിൻ്റെ ഫലം തീർച്ചയായും നമുക്ക് ലഭിക്കും. കാരണം മറ്റുള്ളവരെ പ്രതി, സ്വയത്തെ പ്രതി നമ്മുടെ ഭാവന എന്താണോ ആ ഭാവനയാണ് പിന്നീട് പ്രാക്ടിക്കലായി മാറുന്നത്. അതുകൊണ്ട് പുരുഷാർത്ഥത്തിൽ ഒരിക്കലും നമുക്ക് തളർച്ചയുണ്ടാവരുത്, നിരാശയുണ്ടാകരുത്. പകരം നിശ്ചയബുദ്ധിയായിരിക്കണം. എന്റേത് എന്ന സംബന്ധത്തിൽ നിന്നും വേറിട്ട് എല്ലാ ആത്മാക്കൾക്കും ശാന്തിയുടെയും ശക്തിയുടെയും സഹയോഗം നൽകും. കാരണം എൻ്റെ എന്നുള്ള ലിമിറ്റേഷനിലേക്ക് വരാതെ, ആ സംബന്ധത്തിന്റെ പരിധിയിലേക്ക് വരാതെ എല്ലാം എൻ്റേതാണ് എന്നുള്ള വിശാലമായ സംബന്ധത്തിലേക്ക്, ഫീലിങ്സിലേക്ക് വരും. തുല്യതാഭാവത്തിൽ, സമത്വഭാവത്തിൽ എല്ലാത്തിനെയും ദർശിക്കാൻ സാധിക്കുമ്പോൾ എല്ലാവരെ പ്രതിയും ഒരേപോലെയുള്ള ഫീലിങ്സ്. കുറച്ച് പേരോട് ഒരു പോസിറ്റീവ് ഫീലിങ്സ്, കുറച്ച് പേരോട് നെഗറ്റീവ് ഫീലിങ്സ്. ആ പാർഷ്യാലിറ്റി വന്നാൽ അത് നമ്മുടെ ലിമിറ്റേഷൻ ആവും. അപ്പൊ നമുക്കൊരിക്കലും നമ്മുടെ ഭാവനയ്ക്ക് പൂർണ്ണമായ ഫലം കിട്ടിയെന്ന് വരില്ല. അതാണ് പരിധിയില്ലാത്ത ആത്മീക ദൃഷ്ടി, ഭായി സംബന്ധം. ഈ ഭാവന എത്രത്തോളം ഉയർത്തി വെക്കുന്നുവോ അത്രയും നമുക്കതിൻ്റെ ഫലവും ലഭിക്കും. അതിന് പുരുഷാർത്ഥത്തിൽ നമുക്ക് ഒരു തളർച്ചയുണ്ടാകാൻ പാടില്ല, നിരാശയുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഇത്രയും വിശാലമായൊരു കാഴ്ചപ്പാടോടുകൂടി ഉയർന്ന ഒരു ഭാവനാ തലത്തിൽ നിന്നുകൊണ്ട് എല്ലാ ആത്മാക്കൾക്കും ശാന്തിയുടെയും ശക്തിയുടെയും സഹയോഗം നൽകുക. ഓം ശാന്തി.